നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാളെ ജൂൺ മാസം 13-ാം തീയതിയാണ്, വെള്ളിയാഴ്ച ദിവസം. പൂരാടം നക്ഷത്രമാണ് നാളത്തെ ദിവസം ജീവിതത്തിൽ പലവിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് തുടക്കമാകുന്ന, പലവിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന, ശുഭകരമായ പല വാർത്തകളും ശ്രവിക്കാൻ യോഗം തെളിയുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം പ്രത്യേകത ഉള്ള ദിവസം തന്നെയാണ്. നമ്മൾ ദിവസഫലമാണ് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസഫലം മനസ്സിലായി കഴിഞ്ഞാൽ പ്രധാന ചില കാര്യങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. കൂടാതെ നാളത്തെ ദിവസം എങ്ങനെയായിരിക്കും, നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എന്നത് ഏവർക്കും അറിയാൻ ആഗ്രഹവും ഉണ്ടാകും. അപ്പോൾ നാളെ ജൂൺ 13-ാം തീയതി വെള്ളിയാഴ്ചയാണ്. നാളത്തെ ദിവസം ദേവിക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ദിവസമായതിനാൽ അടുത്ത ദേവീക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നത് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കൊണ്ടുതരുന്നതാണ്. ദേവിപ്രീതിക്കായി ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് വളരെയധികം ഉത്തമമായിട്ടുള്ള. അന്നേ ദിവസം ദേവിയെ മനമറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഭാഗ്യാനുഭവങ്ങൾ വളരെ വലിയ തോതിൽ ലഭിക്കുന്നതാണ്. ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെ വലിയ ഒരു മാറ്റത്തിൻ്റെ സമയമായിരിക്കും. ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനും ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും നടത്തിപ്പിക്കാനും ഒക്കെ യോഗം തെളിയുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അവരെ പറ്റിയാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവർക്ക് ഏതൊക്കെ വിധേനയുള്ള ഗുണാനുഭവങ്ങളാണ് നാളത്തെ ദിവസം കാത്തിരിക്കുന്നത് എന്നതിലേക്ക് കടക്കാം. ആദ്യത്തെ 3 നക്ഷത്രങ്ങളാണ് മകയിരം, തിരുവാതിര, പുണർതം. ഈ നക്ഷത്രക്കാർക്ക് നാളെ പല മേഖലകളിൽ നിന്നും, അതായത് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ശുഭകര വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. വിദേശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നാളത്തെ ദിവസം അതിനെ പറ്റിയുള്ള ചില വാർത്തകളൊക്കെ, ശുഭകരമായ വാർത്തകളൊക്കെ എത്താനുള്ള സാധ്യത അല്ലെങ്കിൽ ശ്രവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. പിന്നെ ഒരു ദമ്പതികൾക്കിടയിൽ അല്പം പ്രശ്നങ്ങൾക്ക്, അതായത് അതുമാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അല്പം മോശകരമായി പറയാനുള്ളത്. അതായത് ദമ്പതികൾക്കിടയിൽ അല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ പ്രണയിക്കുന്നവരാണെങ്കിൽ പോലും നാളത്തെ ദിവസം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് കശപിശ, ചെറിയ ചെറിയ വഴക്കുകൾ, നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളും കലഹങ്ങളും ഒന്നുമല്ല, ചെറിയൊരു സൗന്ദര്യ പിണക്കമൊക്കെ വരാനുള്ള സാധ്യത ദമ്പതികൾക്കിടയിൽ, പ്രണയിക്കുന്നതിടയിൽ, അതായത് നാളത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രം. അതായത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളത്തെ ദിവസം അല്പം ദേഷ്യത്തോടെയുള്ള സംസാരങ്ങളൊക്കെ കഴിവതും ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമം തന്നെയാണ്. നാളെ വിലപ്പെട്ടതായ ചില വീട്ടുപകരണങ്ങൾ, ചില ആഭരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള യോഗം ഉണ്ടാകുന്നത്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ല നാളെ ഒന്നും വാങ്ങിക്കണമെന്ന്, എങ്കിൽ പോലും നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായതിന് നിങ്ങളുടെ ചിന്തയിലേക്ക് നാളെ സൂര്യോദയത്തിന് ശേഷമായിരിക്കും ചില തോന്നലുകൾ എത്തുന്നത്. അപ്പോൾ ഇതൊരു ഭാഗ്യം തന്നെയാണ്. നാളത്തെ ദിവസം നിങ്ങൾക്ക് ചില വിശേഷപ്പെട്ട വസ്തുക്കൾ വാങ്ങാനുള്ള ഒരു യോഗം തെളിയുന്നുണ്ട്. കൂടാതെ ഒരു മാറ്റത്തിൻ്റെ സമയം നാളെ ഉണ്ടാവുകയാണ്. അതായത് നിങ്ങൾക്ക് അപകീർത്തികരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നാളെ ഒന്ന് ശ്രമിക്കുക. ആരുമായും, പുറത്തുള്ള ആരുമായും വഴക്കിനോ പ്രശ്നങ്ങൾക്കോ പോകാതിരിക്കുക. എന്തെങ്കിലും ഒരു തമാശയ്ക്ക് പറയുന്നതാകും ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളതിന് നാളത്തെ ദിവസഫലമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വഴക്കോ വക്കാണോ പ്രശ്നങ്ങൾ കുടുംബത്തിലും പാടില്ല, ദമ്പതികൾക്കിടയിലും പാടില്ല. പുറത്തേക്ക് ഇറങ്ങിയാലും ആരുമായും സംസാരം വിഷയങ്ങളിലേക്കൊന്നും പോകാതിരിക്കാനായിട്ട് നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. നാളത്തെ ദിവസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം അലസത ഉണ്ടാകും. കുട്ടികൾ പഠിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ വഴക്കൊന്നും പറയേണ്ട. നാളത്തെ ദിവസം അല്പം അവർക്കത്ര ശുഭകരമായ ഫലങ്ങളല്ല ലഭിക്കുന്നത്. പിന്നീടുള്ള സമയങ്ങൾ വളരെ മാറ്റമൊക്കെ ഉണ്ടാകും. നമ്മൾ ദിവസഫലമാണ് പറയുന്നത്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഗൃഹത്തിലേക്ക് നാളെ ചിലപ്പോൾ ചില ബന്ധുക്കളുടെ സമാഗമമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. പ്രതീക്ഷയോടെ ഇരിക്കുക. നാളത്തെ ദിവസം ഒരു സന്തോഷമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ദിവസമാണ്. കൂടാതെ ഒരുപാട് നാളുകൾക്ക് ശേഷം പിണങ്ങിയിരുന്ന ബന്ധുസമാഗമമൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകാനുള്ള സാധ്യതയും
കാണുന്നുണ്ട്. അപ്പോൾ നാളെ മുഴുവനായി മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെയധികം നല്ലൊരു ദിവസം തന്നെയാണ്. സംസാരം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം, അല്ലാതെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരായ ചിങ്ങം രാശിക്കാരുടെ കാര്യത്തിൽ നാളെ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളോ നാളത്തെ ദിവസം എന്തെങ്കിലും എക്സാം നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും അതിൽ വിജയം കണ്ടെത്താൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നാളത്തെ ദിവസം എന്തെങ്കിലും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ, എന്തെങ്കിലും പ്രോജക്റ്റുകളൊക്കെ സമർപ്പിക്കാനുണ്ടെങ്കിൽ, അങ്ങനെ ഏത് കാര്യത്തിനും വിദ്യാർത്ഥികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെയധികം നല്ല ഒരു വിജയ സാധ്യത കീർത്തി ഉണ്ടാകുന്നതിൻ്റെയൊക്കെ ഒരു സമയം തന്നെയാണ്. ഇനി ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന, ബിസിനസ് ചെയ്യുന്നവർക്ക് നാളെ നല്ല ഓഫറുകൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ നാളത്തെ ദിവസം പല മുന്നേ ഉള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയൊരു മാറ്റത്തിൻ്റെ ദിവസമായി തന്നെ കണക്കാക്കാം. ഉന്നതരായ ചില വ്യക്തികളുമായൊക്കെ സൗഹൃദം സ്ഥാപിക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ് നാളത്തെ ദിവസം. കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ തേടിയെത്തും. അതായത് നാളെ ചിലപ്പോൾ പ്രൊമോഷൻ പോലെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുവഴി ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം ജോലിക്കായിട്ടുള്ള ചില പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങാനും നിങ്ങളെ തേടി ചില ശുഭവാർത്തകൾ വരാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾ നിമിത്തം മനസ്സന്തോഷം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അവരുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് 10 പേർ പറഞ്ഞ് അറിഞ്ഞ് നിങ്ങൾക്ക് അത് സന്തോഷം, സമാധാനമൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മക്കളെ ഓർത്ത് നാളത്തെ ദിവസം സന്തോഷിക്കാനുള്ള വകകൾ ഉണ്ടാകുന്നതാണ്. പല വിധത്തിലും നാളത്തെ ദിവസം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനെ തന്നെ ലോട്ടറി പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ഉത്തരം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാരായ ആളുകൾക്ക് മാതാവിന് അല്പം ശാരീരിക ബുദ്ധിമുട്ടുകളോ വൈഷമ്യങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യപരമായി അല്പം മാതാവിനെ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുജനങ്ങൾ ഗൃഹത്തിലേക്ക് വരാനോ അല്ലെങ്കിൽ അവരുമായി സംസാരങ്ങൾ ഉണ്ടാകാൻ, അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും അവരുമായി ഒരു സംസാരത്തിലേക്കോ ഒരു സ്നേഹബന്ധത്തിലേക്കോ ഒക്കെ എത്താനുള്ള സാധ്യതയും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അപ്രതീക്ഷിതമായി മേലധികാരിയിൽ നിന്ന് ചില പ്രീതികരമായ വാർത്തകൾ, ഗുണകരമായ വാർത്തകളൊക്കെ നിങ്ങളെ തേടി എത്തുന്ന ദിവസമാണ്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പഠന മികവ് പുലർത്താൻ നാളത്തെ ദിവസം സാധിക്കും. നാളത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ എക്സാമുകൾ, ടെസ്റ്റുകളൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും അത് വിജയകരമായി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പോകാൻ നാളത്തെ ദിവസം ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടവരാണെങ്കിൽ അത് നാളെ വിജയകരമായി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അവിവാഹിതരായ ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ നാളെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് ചില പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായും വരുന്ന ഒരു ദിവസമാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം സന്താനങ്ങൾ നിമിത്തം കീർത്തിയുണ്ടാകും. സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കാൻ വകയുണ്ടാകും. വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ആ വ്രതത്തിൻ്റെയൊക്കെ ഗുണാനുഭവങ്ങൾ ഇനി മുതൽ ലഭിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ ഒരുപാട് വ്രതമൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ ഗുണങ്ങൾ ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളാണെങ്കിൽ പോലും നാളെ മുതലുള്ള സമയം, നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ വ്രതമൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നാളെ നിങ്ങൾ എന്തുദ്ദേശിച്ചുകൊണ്ടാണോ വ്രതം എടുക്കുന്നത് അതിൻ്റെയൊക്കെ ഫലം നിങ്ങൾക്ക് വരും. നല്ല ദൈവാധീനം നാളത്തെ ദിവസം നിങ്ങൾക്ക് വിളങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ദേവീക്ഷേത്ര ദർശനം നിങ്ങൾ നാളെ നടത്തുകയാണെങ്കിൽ അത് എന്തോ മനോകാമന പൂർത്തിയാകാനാണ് ചെയ്യുന്നതെങ്കിലും അത് പൂർത്തീകരിക്കപ്പെടുന്നതാണ്. അല്പം ദിനചര്യകളിലൊക്കെ മാറ്റമൊക്കെ വരുത്തി കഴിഞ്ഞാൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അലസതയൊന്ന് മാറ്റുക. പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാളത്തെ ദിവസം അറിയാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് സന്തോഷകരമായ ഒരു സമീപനം ഒരുപാട് നാളുകൾക്ക് ശേഷം നാളത്തെ ദിവസം നിങ്ങളെ തേടിയെത്തുന്നതാണ്. ചുരുക്കി പറയുമ്പോൾ മൊത്തത്തിൽ ഒരു ശുഭകരമായ ദിനം തന്നെയാണ്. ദൈവാധീനവും വളരെയധികം ഉണ്ട്. അപ്പോൾ നാളത്തെ ദിവസം അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തിയാൽ ഏറെ ശുഭകരം തന്നെയാകും. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്ക്
മുൻകോപമാണ് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ശത്രുവായി അല്ലെങ്കിൽ വിനയായി മാറുന്നത്. മുൻകോപം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, മുൻകോപം കുറയ്ക്കുക. സംസാരത്തിൽ അല്പം മിതത്വം പാലിക്കുക. പ്രത്യേകിച്ച് മുതിർന്നവരോട് ചില സമയങ്ങളിൽ അവരോട് കയർത്ത് സംസാരിക്കുന്നത് നമുക്ക് തന്നെ ദോഷമായി മാറുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം നിശ്ചയിച്ചുറപ്പിച്ച ചില കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടത്താനുള്ള തീരുമാനം നാളെ എടുക്കേണ്ടതായി ചിലപ്പോഴൊക്കെ വന്നേക്കാം. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം പല രീതിയിലും നാളത്തെ ദിവസം എത്തിപ്പെടാനുള്ള സാധ്യത, ചിലപ്പോൾ ശത്രു വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും പറയാനോ നിങ്ങളെ കോപം കൊള്ളിക്കാനോ ശ്രമിക്കുക, അത് നിങ്ങളെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാനൊക്കെ ശ്രമിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് തുടക്കത്തിൽ തന്നെ നാളത്തെ ദിവസം സംസാരം അല്പം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. വാഹനവുമായി ബന്ധപ്പെട്ടും ചില ചെലവുകളോ അല്ലെങ്കിൽ ചില അറ്റകുറ്റപ്പണികളോ ഒക്കെ നടക്കാനുള്ള ഒരു ഇതും കാണുന്നുണ്ട്. അധിക ചെലവുകൾ വരികയില്ല. ചിലവുകൾ നിയന്ത്രിക്കാൻ നാളത്തെ ദിവസം സാധിക്കുന്നതാണ്. രാഷ്ട്രീയപരമായൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, സൊസൈറ്റിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പവർ നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാക്കുകളിൽ മിതത്വം പാലിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെതായ രഹസ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വിക്ഷോഭങ്ങൾ ദേഷ്യമായിട്ടോ ഒന്നും ആരുമായി പറയാതിരിക്കുക. നല്ല കാര്യവും പറയണ്ട, നാളത്തെ ദിവസം ചീത്ത കാര്യവും പറയണ്ട. സംസാരം മിതത്വം പാലിക്കുക. അല്ലാത്ത പക്ഷം നാളത്തെ ദിവസം നമ്മളിൽ നിന്നുണ്ടാകുന്ന ചില വാക്കുകൾ അത് പിന്നീട് പല ബുദ്ധിമുട്ടുകളിലേക്കും എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നത്. ദിവസഫലമാണ് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർ, അതായത് ഭാഗ്യം വരുന്നവരും അല്പം ശ്രദ്ധിക്കേണ്ടതുമായ നക്ഷത്രക്കാർ ഈ പറഞ്ഞ ആളുകൾ തന്നെയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കൂടാതെ നാളത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തുക. പ്രാർത്ഥിച്ച് എല്ലാവിധ സകല അഭീഷ്ടങ്ങളും ദേവി നടത്തി തരുന്നതാണ്. നല്ലൊരു സമയം, ദൈവാധീനപരമായ ഐശ്വര്യപൂർണമായ ഒരു സമയമാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വളരെയധികം ശുഭകരമായ കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം നടക്കാൻ യോഗമുണ്ട്. ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർക്കും വളരെയധികം ശുഭകരമായ മാറ്റം ഉണ്ടാകുന്നതാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടുന്ന് കിട്ടുന്ന പ്രസാദം അണിഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഏതു കാര്യവും ശുഭകരമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്.